ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഇഡലി കടയുടെ കഥയെ പറ്റിയിട്ടാണ്. ഇഡലിയെ പറ്റി പറയുകയാണെങ്കിൽ വെറൈറ്റീസ് ഓഫ് ഇഡലി ഒന്നുമില്ല, വെറും സാധാരണ ഇഡലി വിത്ത് സാമ്പാർ. അത് ആ നാടിന്റെ സിഗ്നേച്ചർ ഫുഡാണ്. അത് കഴിക്കാൻ വേണ്ടി രാവിലെ തന്നെ പൈസ പോലും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഞണ്ണാൻ വേണ്ടി നിൽക്കുന്ന കുറച്ച് അപ്പൂപ്പന്മാരും. അപ്പോൾ പടം തുടങ്ങുന്നത് ധനുഷിന്റെ അച്ഛനെ കാണിച്ചുകൊണ്ടാണ്. പുള്ളിക്കാരന്റെ മെയിൻ ബിസിനസ് ഇഡലി കച്ചവടമാണ്. രാവിലെ എണീച്ച് കുളിച്ച് കുറിയും തൊട്ട് കടയിലേക്ക് പോയി ഇഡലി ഉണ്ടാക്കി നാട്ടുകാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും വിത്ത് അഹിംസ മൈൻഡ് സെറ്റ്. പുള്ളിക്കാരന്റെ മെയിൻ വീക്ക്നെസ് മാവ് കൊണ്ട് കൈയിട്ടാട്ടലാണ്. എന്തിനൊരു ഗ്രൈൻഡർ പോലും വാങ്ങില്ല, അത്രയ്ക്ക് ഇഷ്ടമാണ് കൈയിട്ടാട്ടാൻ. അതുമല്ല ഗ്രൈൻഡർ ടാട്ടിയാൽ ടേസ്റ്റ് കിട്ടില്ലെന്നും കൈയിട്ടാട്ടിയാൽ മാത്രമേ ടേസ്റ്റ് കിട്ടത്തുള്ളൂ എന്നും. അങ്ങനെ ഒരു ദിവസം ധനുഷ് അച്ഛൻ്റെ അടുത്ത് വന്ന് പറയും. അങ്ങനെ ധനുഷ് മെഡ്രാസിൽ പോയി അവിടെ അലഞ്ഞു തിരിഞ്ഞ് വെള്ളി രാജ്യത്ത് പോയി സെറ്റിലായി. പക്ഷേ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ധനുഷിന് ഇടയ്ക്കിടയ്ക്ക് ഇഡലിയുടെ മെമ്മറീസ് വരും. സ്വന്തം അച്ഛനമ്മയുടെയും മെമ്മറീസ് അല്ല, അത് ഒരു ഇഡലിയുടെ മെമ്മറി. അങ്ങനെ ധനുഷിന്റെ കല്യാണം എല്ലാം സെറ്റായി വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി അച്ഛൻ മരിച്ചുപോയ കാര്യം അറിയുന്നത്. നോ പ്രോബ്ലം, അച്ഛനെ റീഇൻട്രൊഡ്യൂസ് ചെയ്തു ഒരു കന്നുകുട്ടിയായിട്ട്, അച്ഛൻ വീണ്ടും പുനർജനിച്ചതായിട്ട്. അങ്ങനെ അടുത്ത ദിവസം ധനുഷിന്റെ അമ്മയും മരിച്ചുപോകും. ബട്ട് കുഴപ്പമില്ല, ഇപ്രാവശ്യം വല്ല പൂച്ചയോ പട്ടി ഈച്ചയായിട്ടോ ജനിക്കും. അങ്ങനെ ഈ കനത്ത സിറ്റുവേഷനിൽ ധനുഷ് കല്യാണം ക്യാൻസലാക്കി ആ പഴയ ഇഡലി കട എടുത്ത് നടത്താൻ ട്രൈ ചെയ്യും. അങ്ങനെ എത്ര ട്രൈ ചെയ്തിട്ടും അച്ഛൻ ഉണ്ടാക്കിയതിന്റെ അത്ര രുചി കിട്ടുന്നില്ല. അങ്ങനെ ധനുഷ് കുറെ കാലം ട്രൈ ചെയ്ത് കൊടുക്കും ധനുഷിന്റെ ലുക്ക് തന്നെ മാറ്റി. അങ്ങനെ ഈ സ്പെഷ്യൽ ലുക്കിൽ മാവാട്ടി വിത്ത് പ്യൂർ ഡിലീഷ്യസ് ഇഡലി ഉണ്ടാക്കിയതും അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ധനുഷ് സാധിച്ചെടുത്തു. അപ്പോഴാണ് ധനുഷിന് മനസ്സിലായത് അച്ഛന്റെ ഇഡലി ഇത്രയ്ക്കും രുചി വരാൻ റീസൺ എന്താണെന്ന്. അങ്ങനെ ഈ ഹാപ്പി സിറ്റുവേഷനിൽ മാസ് എന്ന് സ്വന്തമായിട്ട് വിചാരിക്കുന്ന ഒരു കൊണച്ച വില്ലൻ വരുന്നത്, അതായത് ധനുഷ് കെട്ടാനിരുന്ന പെണ്ണിന്റെ ബ്രദർ. അങ്ങനെ ഇവൻ വെറുതെ ഒരു കാര്യവുമില്ലാതെ ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ട് ധനുഷിനെ പട്ടിയെ പോലെ എടുത്തിട്ട് അടിക്കും. അങ്ങനെ ധനുഷും തിരിച്ച് നല്ല വൃത്തിയെ കൊടുത്ത് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകും. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതും വെച്ച് അടങ്ങിയിരിക്കേണ്ടതിന് പകരം ഈഗോ തലയ്ക്ക് പിടിച്ച് വീണ്ടും ഒരു കംബാക്ക് അടിക്കാൻ വേണ്ടി വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ധനുഷിന്റെ ഇഡലിയുടെ ടേസ്റ്റ് അറിഞ്ഞ് നാട്ടിലുള്ള എല്ലാവരും കടയിലെ ഫ്രണ്ടിൽ. അങ്ങനെ ഒരു ദിവസം രാത്രി ധനുഷും അച്ഛനും ചേർന്ന് നടന്നു പോയപ്പോൾ വില്ലനും ടീംസും കംബാക്ക് അടിക്കാൻ വേണ്ടി വരും. അങ്ങനെ നമ്മുടെ ധനുഷ് അച്ഛന്റെ അഹിംസയുടെ വഴിയിലേക്ക് സഞ്ചരിച്ചത് കൊണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും അടി വാങ്ങി കൂട്ടും. എന്നിട്ട് ധനുഷിനെ തൂക്കിക്കൊണ്ട് പോയി കട്ടപ്പയുടെ അടുത്തേക്ക് എത്തിക്കും. അവിടെ വെച്ച് വീണ്ടും ഇവന്റെ ഈഗോ കാരണം ധനുഷിനെ വെടിവെക്കും. ഇതറിഞ്ഞ അവിടുത്തെ നാട്ടുകാരെല്ലാരും വില്ലന്റെ വീട്ടിലെത്തും. അങ്ങനെ ധനുഷിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റും കൊടുത്തിട്ട് വീണ്ടും ധനുഷ് അഹിംസയുടെ പാതയിൽ തന്നെ പോകും. അങ്ങനെ എല്ലാം ശരിയായി വീണ്ടും ഇഡലി ഉണ്ടാക്കി വിറ്റ് ജീവിക്കാൻ തുടങ്ങിയത് ഈഗോ തലയ്ക്ക് പിടിച്ച ഈ പൊട്ടൻ ആ ഇഡലിക്കടയ്ക്ക് തീയിടും. ഇതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ധനുഷ് അഹിംസയുടെ പാതയിൽ തന്നെ സഞ്ചരിക്കും. ഇവൻ ആരുടെ ഗാന്ധിജിക്ക് ജനിച്ചതാണ്. അങ്ങനെ വീണ്ടും ഇഡലിക്കട തുടങ്ങും. ഇതൊക്കെ കാണാൻ വേണ്ടി വില്ലനും ടീംസും എത്തും. അപ്പോൾ നമ്മുടെ ധനുഷ് അണ്ണൻ ഈഗോ തലയ്ക്ക് പിടിച്ച പൊട്ടൻ ഒരു പണിഷ്മെന്റ് കൊടുക്കും. ഇതോടെ പടം തീർന്നു.